ഓ അപ്പൊ ഇന്നലെ എവിടെയും പോയി കിടന്നൂടെ എനക്ക്? വാപ്പടെ കൂടെ കിടന്നാലേ കുറക്കം വരണ്ടേ. എന്തൊരു വനക്കാന്നാ ലേറ്റ് വരുത്തിയ. ആ ആചാര്യ ചെക്കനെ ഒരു പണിക്കാ പോവില്ല. എന്നാ ആചാര്യോട് ഞാൻ പറഞ്ഞു ആ ചെക്കനെ ഇവിടെ കൊടുന്നാക്കിക്കോളെ. ആ ചെക്കനെന്താ വയർപ്പിന്റെ അസുഖം ഉണ്ടോണ്ട് ഒരു പണി എടുക്കില്ല. എന്നാ ആ ചെക്കനോട് റബ്ബർ വെട്ട് പഠിച്ചോളാം. ആ സുൽത്താന് കുറെ റബ്ബറൊക്കെ ഉള്ളതാ, അതിനോട് പോയിട്ട് റബ്ബർ വെട്ട് പഠിച്ചോളാൻ പറഞ്ഞു. അതും ആ ചെക്കന് പറ്റില്ല. എന്താ ചൂട്, ഇവിടെ വിശ്രമിക്കാം. അല്ലാത്തൊരു മലക്ക ചക്ക ഇങ്ങനെ മുട്ടിയടിച്ച് നടക്കുന്നത്. എങ്ങട്ടാ വാപ്പയും മോനും കൂടെ? ഒന്നും പറയണ്ടെന്ന്, ഞാൻ നടക്കാറിങ്ങിയതാ. ഈ ചെക്ക എപ്പ നോക്കിയാലും എന്റെ മേലിന്ന് പോണില്ല. ഉറങ്ങാൻ പോയാലും ഇതന്നെ സ്ഥിതിയേ. ഇതാ നോക്കണില്ല, ഒരു സൗകര്യം തരുന്നില്ല. ആ നിങ്ങളുടെ ചെക്കന് 30-30 വയസ്സായില്ലേ? അവനെ ഒരു പെണ്ണ് കെട്ടിക്ക്, അപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു കിട്ടും. എന്നിട്ട് വേണം ആ പെണ്ണിനെ ഞാൻ തിന്നാൻ കൊടുക്കാൻ. ഇതുവരെ ചെക്കൻ പണിക്ക് പോയിട്ടില്ല. ഒരു 5 പൈസക്ക് ഇതുവരെ കിട്ടില്ല. 10-30 വയസ്സായി. ഇതാണ് അവസ്ഥയെ. ഇനി പോട്ടെ, പാൻ കൊടുക്കാറായി. ആ ലൈറ്റിട്ട പോയിട്ട് വാപ്പയും പോരി. ഇത് കണ്ട, ഇതാണ് രാത്രി നമ്മള് ചെക്കൻ്റെ കൂടെ കിടക്കുള്ളേ. ആ പോത്ത് പോലെ വളർന്നു കണ്ട. ചെക്കൻ്റെ മേല് കാലേറ്റിക്കുള്ളൂ, എന്നാലേ ചെക്കനെ ഉറക്കം കിട്ടുള്ളൂ. ഇതാണ് വീട്ടിലെ അവസ്ഥ. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ചെക്കനെ ആ വല്ല ഹോട്ടലിലും കൊണ്ടാക്കും. അതും കൊണ്ടാക്കിയാ മണിയേട്ടനോട് ഞാൻ പറഞ്ഞാണേ. മണിയേട്ടൻ നമ്മുടെ സുഹൃത്താണേ. മണിയേട്ടനോട് ഞാൻ പറഞ്ഞ ഹോട്ടലിൽ നിർത്തായിട്ട്. ആ വരുന്ന സുൽത്താനോട് പറഞ്ഞാല് പിന്നെ ജോലി നമുക്ക് ഉറപ്പാക്കാം. സുൽത്താനോടാ? അവനും കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുൽത്താനാ? അയാളോട് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ജോലി റെഡിയാക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇങ്ങോട്ട് വാ സുൽത്താനെ. അതാണ് സുൽത്താൻ അല്ലേ? മൂപ്പരുടെ ഒരു മകനുണ്ട്, പണിയൊന്നും ഇല്ലാണ്ടിരിക്കുക. നിങ്ങളുടെ കൂടെ കൊണ്ടുപോയിട്ട് ഈ റബ്ബർ വെട്ടൊക്കെ ഒന്ന് പഠിപ്പിച്ച് അവനൊരു പണിയാക്കി കൊടുക്കും. റബ്ബർ വെട്ട് എന്തായാലും അറിയോ? പോയിട്ടുണ്ടോ? പിന്നെ കൂടെ വന്നു കഴിഞ്ഞാൽ പഠിക്കണല്ലേ? എന്നാ നിങ്ങൾ പറഞ്ഞല്ലേ, നാളെ രാവിലെ മുന്നേ വന്നോളാൻ പറയും. ശരി, എന്ത് പണിയായാലും പഠിക്കും. രാവിലെ പറഞ്ഞോളൂ. ശരി, എന്നാ ആയിക്കോട്ടെ. ഇതും കൂടി ഞാൻ പരീക്ഷിച്ച് നോക്കട്ടെ കേട്ടോ. ഓക്കെ എന്നാ. ജയര ചെക്കനെ റബ്ബർ വെട്ട് പഠിക്കണം പറഞ്ഞിട്ട് അവനുണ്ട്. വെട്ടാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ, പണിഞ്ഞാണ്ട് നടക്കുക. വന്നിട്ട് വേണു, തോട്ടത്തിൽ വന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കട്ടെ പോയിട്ട്. അപ്പൊ നിഷാദേ എൻ്റെ പേ എന്നെ റബ്ബർ വെട്ട് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം ഷർട്ട് ഇടുക. ഈ ഷർട്ട് ഇട്. ഇത് ഞാൻ റബ്ബർ വെട്ടിന് ഇടുന്ന ഷർട്ടാ. ഇത് ഇടുക. ഇതാണ് കത്തി. ഈ കത്തി കൊണ്ടാണ് റബ്ബർ വെട്ടേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. എന്നാ പിടിക്ക്, ഇത് ഇട്ടാ കത്തി പിടിക്ക്. ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. അപ്പൊ ഫാൻ്റെ ഇട്ടില്ലേ? ഞാൻ എന്താ വേണ്ട, കത്തിയുടെ താഴത്ത് വെച്ചോ. എന്നിട്ട് ആ ഷർട്ട് ഇട്. ഡ്രസ്സിങ് എന്നാവണം. പണി എടുക്കുമ്പോഴേ നമ്മൾ വർക്കിംഗ് ഡ്രസ്സാണ് ഇടുന്നത്. ആ ഷർട്ട് ഉണ്ട് ഇടുക. ഒരു പണിക്കും പോവില്ല, ഒന്നും ചെയ്യില്ല. പണി എടുത്തിട്ട് തിന്നെ എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അധ്വാനിച്ച് തിന്നുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാ. ഷർട്ട് ഇട്ടില്ലേ? ഇനി ആ കത്തിയെടുത്ത് കൂടെ കൊണ്ട് പോയോ. ആ കത്തിയെടുത്ത് പോയോ. ഇങ്ങോട്ട് പോ, എന്നെ പണി ഞാൻ പഠിപ്പിച്ചു തരാം. വെട്ടുമ്പോഴേ, മരം വെട്ടുമ്പോഴേ എന്താ വെച്ചാൽ മരത്തിന് വേദന ആക്കാൻ പാടില്ല. വേദന ആക്കാതെ ഇങ്ങനെ വെട്ടണം. അങ്ങനെ വെട്ടുമ്പോഴാണ് പാല് വരുള്ളൂ. ഇങ്ങനെ വെട്ടുക. നോയിക്കട്ടോ. ഇതേപോലെ ഇങ്ങനെ വെട്ടണം. ഇങ്ങനെ വെട്ടി കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ പാല് ഇതിലേക്ക് ചാടും. ഇങ്ങനെയാണ് റബ്ബർ വെട്ട് പഠിക്കുക. മരത്തിന് വേദന ആക്കാൻ പാടില്ല. മനസ്സിലായിട്ടോ? എന്നാ വെട്ടി വെക്കുന്ന കത്തിന്നാ. അങ്ങനെ തന്നെ മെല്ലെ ചെയ്യേ. ചെറുതായിട്ടൊക്കെ വശം ഉണ്ടണക്കില്ലേ? അങ്ങനെ തന്നെ പണി പഠിക്കേ. അങ്ങനെ തന്നെ അധ്വാനിക്കാൻ തയ്യാറായാലേ നമ്മൾ ജീവിക്കാൻ സുഖം. അധ്വാനിക്കാൻ തയ്യാറാവണം. ആണ്ടാ, അപ്പൊ നമുക്ക് പാല് വരണണ്ടാ. ഇതേപോലെ മരത്തിനെ വേദന ആക്കാതെ വേണം വെട്ടാൻ കേട്ടോ. മനസ്സിലായില്ലേ? നേരത്തെ എണിക്കണം എന്ന് മാത്രം, നേരത്തെ പണിയും കഴിയും. എന്താ നായികന്നെ കാട്ടുന്നു? ഉറങ്ങാൻ സമ്മതിക്കാണ്ടേ? ഒരു പണിക്കും പോവാത്ത റബ്ബർ വെട്ടും. ഞാൻ എന്റെ വാപ്പ ചെബ്ബറാടാ. പഠിച്ചോനെ, ഞാൻ സ്വപ്ന കണ്ടത്. സ്വപ്ന